വെളുപ്പാങ്കാലം കഴിഞ്ഞു. സൂര്യഭഗവാൻ അങ്ങനെ ഉദിച്ചു വന്നപ്പോൾ നമ്മൾ ഉണർന്ന് താഴേക്ക് ഇറങ്ങി ആ കെട്ടിവെച്ചിരുന്ന വിറകെടുത്ത് തലയിലേക്ക് വെക്കാൻ നേരം അതാ വരുന്നു കൈകളോടുകൂടി നമ്മുടെ ഗുരുനാഥനായ സാന്ദീപനി മഹർഷി ഓടി വന്നു. നമ്മുടെ തലയിൽ വെച്ച് കൈവച്ച് അനുഗ്രഹിച്ചില്ലേ, കുട്ടികളെ നിങ്ങൾ സകല ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് അനുഗ്രഹം നൽകിയില്ലേ നമ്മുടെ ഗുരുനാഥൻ? ഇതൊക്കെ മറന്നു പോയോ സുധാമാവേ? എന്തേ അങ്ങ് എത്ര നാളായി അങ്ങേ ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്തേ വരാഞ്ഞത്? ഇത്രയൊക്കെ ചോദിച്ചിട്ടും സുധാമാവിൻ്റെ കണ്ണിൽ നിന്നങ്ങനെ കണ്ണുനീര് വരികയാണ്. കൃഷ്ണ ഭഗവാനെ, അങ്ങ് ശയിക്കുന്നതായ ഈ കട്ടിലിൽ ഇരിക്കാൻ എനിക്ക് യോഗ്യമുണ്ടോ എന്നുള്ള ചിന്ത സുധാമാവിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ചിന്തയൊന്നും ഭഗവാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഇത്ര നാളുകൊണ്ട് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കൃഷ്ണൻ ചോദിച്ചു, സുധാമാവേ, എനിക്ക് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നുമില്ലേ? അല്ല, വെറും കൈയോടെ അങ്ങ് വരില്ല. അഥവാ വെറും കൈയോട് അങ്ങ് വരാൻ തീരുമാനിച്ചാലും അങ്ങയുടെ ഭാര്യ വെറും കൈയോട് അങ്ങ് പറഞ്ഞയക്കില്ല. എന്തെങ്കിലും തന്നു കാണും. തരൂ സുധാമാവേ. അപ്പോൾ സുധാമാവ് ചിന്തിച്ചു, ഈ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഈ കൃഷ്ണനെ, ഈ കല്ലും നെല്ലും നിറഞ്ഞതായ ഈ അവിൽപ്പൊതി എങ്ങനെ നൽകും എന്ന് ചിന്തിച്ചുകൊണ്ട് അവിൽപ്പൊതി പതുക്കെ തൻ്റെ കയ്യിൽ നിന്ന് മാറ്റി കൊണ്ടുപോവുകയാണ്. ഇത് കണ്ട ഭഗവാൻ കൃഷ്ണൻ അതാ കയ്യിൽ നിന്ന് അവിൽപ്പൊതി പിടിച്ചു വലിക്കുന്നു. കൊടുക്കുന്നില്ല, പിടിച്ചു വലിച്ചു, വാങ്ങി അങ്ങനെ അഴിച്ചു അവിൽപ്പൊതി കൃഷ്ണൻ. എത്ര നാളായി അവിൽ കഴിച്ചിട്ട് എന്ന ഭാവത്തിൽ അതാ അവിൽക്കിഴി അങ്ങനെ പതുക്കെ അഴിച്ച് അതാ ഒരു മുഷ്ടി അഴുകിയാണ്. അത്രയ്ക്ക് കെട്ടിട്ട് വെച്ചിരിക്കുകയാണ് ഭാര്യ. അവിൽപ്പൊതി ഒന്നും വെളിയിൽ ഒരു അവിൽ പോലും പോകാത്ത രീതിയിൽ മുറുക്കി കെട്ടി വെച്ചിരിക്കുന്നതായ ആ അവിൽപ്പൊതി അങ്ങനെ പതുക്കെ അഴിച്ചു. അതാ അതിൽ നിന്ന് ഒരു പിടി വാരി എൻ്റെ വായിലേക്ക് അങ്ങനെ ഇടുകയാണ്. ആഹാ, എത്ര നാളായി ഇത്രയും രുചികരമായ അവിൽ കഴിച്ചിട്ട്, എത്ര നാളായി എന്ന് പറഞ്ഞുകൊണ്ട് അതാ രണ്ടാമത്തെ പിടിയും അങ്ങനെ പിടിക്കാൻ പോയപ്പോൾ പിടിക്കുന്നു രുക്മിണി ദേവി. ഇന്നും മതി വിപ്രോത്തമനിക എന്നും സുരന്മാർക്കു പോലും അസത്യമായി മേവും ഐശ്വര്യം ഭവിച്ചവനിക ഈശാനി ഭക്ഷിച്ചതുകൊണ്ടു മോക്ഷവും. ഇന്ന് മതി. ഒരു പിടിയിൽ എല്ലാം സുധാമാവിന് കിട്ടിക്കഴിഞ്ഞു എന്ന് രുക്മിണി ദേവിക്ക് അറിയാം. അടുത്ത പിടിയുടെ വാരി ഭഗവാൻ കഴിച്ചാൽ രുക്മിണി ദേവി ദാസിയായി പോകേണ്ടി വരും. അത്രയ്ക്ക് ഉയർന്ന പദത്തിലേക്ക് ആരെത്തും? ഭക്തനായ സുധാമാവും കുടുംബവും. അതുകൊണ്ടാണ് രുക്മിണി വന്ന് കൈക്ക് അങ്ങനെ പിടിച്ചത്. എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സുധാമാവിൻ്റെ പാദം കഴുകുന്നു. കൃഷ്ണൻ ഭക്തിയോടുകൂടി ആ പാദം കഴുകി ആ ജലം എല്ലാം